ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഇന്ന് നമ്മുടെ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ വയനാട്ടിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. 4,17,000 സംതിങ് ആണ് അവരുടെ ഭൂരിപക്ഷം. അപ്പം കോൺഗ്രസ് രാഷ്ട്രീയം എവിടേക്കാണെന്നുള്ളൊരു സുപ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. രാഹുൽ ഗാന്ധിയാണോ ഇനി അതിനെ നയിക്കുക, അതോ പ്രിയങ്ക ഗാന്ധിയോ? സംശയമുണ്ട്, പ്രിയങ്കയായിരിക്കും കോൺഗ്രസിനെ നയിക്കുക. രാഹുലിന് അതിന് കഴിയില്ല എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മുൻകൈയെടുത്ത് പ്രിയങ്കയെ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും അവരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷെ അവിടെ ഈ 400-ലധികം ഇക്കുറി 400-ലധികം എന്ന് പറഞ്ഞ് മോദിയുടെ ക്യാമ്പയിനും BJPയുടെ മുന്നേറ്റവും ഒക്കെ കണ്ട് ഭയന്ന്, എന്നാൽ പിന്നെ ഇപ്പം കെട്ടിയിറക്കിയാൽ അത് അപകടമാവുമോ, ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഒന്ന് ചവിട്ടിയതാണ്. ഇല്ലെങ്കിൽ അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അവരിറങ്ങിയാണ്. ഇപ്പോൾ വയനാടെന്ന് രാഹുൽ ജയിച്ചു. വയനാട് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറേലിയിൽ മത്സരിച്ചത്. വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ വഞ്ചിച്ച് രാഹുൽ റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ച് അവിടെ ജയിച്ചു. പക്ഷേ അപ്പോൾ ജയിച്ചപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ കൈവിട്ടു. ഇത് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ പറയാമായിരുന്നു, ഞാൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടെ മത്സരിക്കും, അത് ജയിച്ചാൽ അതിനനുസരിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകും, അതെൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ് എന്ന് രാഹുലിന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല. ഒരുപക്ഷെ രാഹുൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്വന്തം കൂടപ്പുറപ്പിന് തന്നെ. അതെ, തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അപ്പോൾ അതേസമയം ഇപ്പം നരേന്ദ്രമോദി 2014 ഗുജറാത്തിലും മത്സരിച്ചു, UPയിലും മത്സരിച്ചു, അല്ലേ? പക്ഷെ രണ്ടിടത്തും മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. ഗുജറാത്തിലെ ജനങ്ങൾക്കറിയാം, ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടാൽ അദ്ദേഹം കാശി നിലനിർത്തുകയും കാശി മണ്ഡലത്തിലെ വാരണാസി നിലനിർത്തുകയും ഇത് ഉപേക്ഷിക്കുകയും ചെയ്യും, ഇത് രാജിവെക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അവർ അത് സ്വീകരിച്ചു. ഇവിടെ അങ്ങനെയല്ല വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം പെരുമാറിയത്. വയനാട്ടിലെ ജനങ്ങളെ ഇത് പറയാതെ, അവരെ അറിയിക്കാതെ, വോട്ടെടുപ്പ് കഴിഞ്ഞതും നേരെ പോയി റായ്ബറേലിയിലും പത്രിക കൊടുത്ത് അവിടെയും മത്സരിച്ചു. അതൊരു ചതിയല്ലേ? അങ്ങനെ ആ ചതി ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ വിരോധം വരാതിരിക്കാനാണ് ഞാനിതാ എനിക്ക് പകരം എൻ്റെ സഹോദരിയെ കൊണ്ടു തന്നിരിക്കുന്നത് എന്ന്, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് രാഹുൽ, അതായത് മത്സരിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങളുടെ നേതാവായിട്ട് ഞാനിതാ എൻ്റെ സഹോദരിയെ തന്നെ നൽകുന്നു, നെഹ്റു കുടുംബത്തിൽ നിന്നൊരാളെ നൽകുന്നു എന്ന പ്രതീതി വരുത്താനാണ് വാസ്തവത്തിൽ ഇപ്പോൾ പ്രിയങ്കയെ അവിടെ മത്സരിപ്പിച്ചത്. പ്രിയങ്ക ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജയിക്കുന്ന പ്രിയങ്ക കോൺഗ്രസ്സിലെ ഒരു പുതിയ അധികാര കേന്ദ്രമായി മാറാൻ പോവുകയാണ്. ഇത് രാഹുലിന് വലിയ വെല്ലുവിളിയാണ്. രാഹുലിന് ഈ രാഷ്ട്രീയം അറിഞ്ഞൂടാ. പക്ഷെ രാഹുലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ഇതറിയാം. പ്രത്യേകിച്ചും മലയാളിയായ നമ്മുടെ പ്രിയങ്കരനായ KC വേണുഗോപാലിനെ പോലെയുള്ളവർക്ക് ഇതറിയാം. എങ്കിലും അവർക്കിപ്പം നിർവാഹമില്ല, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വയനാട് ഒരാൾ മത്സരിച്ചേ പറ്റുള്ളൂ. ഇന്നത്തെ നിലയ്ക്ക് പ്രിയങ്കയല്ലാതെ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ അത് ജയിക്കുമോ പരാജയപ്പെടുമോ, നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ മത്സരിച്ചേ പറ്റൂ. അല്ലാതെ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നൊരാൾ വന്ന് മത്സരിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അത് മുൻനിർത്തി അവർ പ്രിയങ്കയെ സ്വാഗതം ചെയ്തു. പ്രിയങ്ക മത്സരിച്ചു, ജയിച്ചു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഇനിയാണ് കളിക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ പ്രിയങ്കയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് എന്താ? മുത്തശ്ശിയുടെ മൂക്ക്, മുത്തശ്ശിയുടെ തലമുടി, മുത്തശ്ശി ധരിക്കുന്നത് പോലെ സാരി ധരിക്കുന്നു, സർവാത്ര ആടി മുടി മുത്തശ്ശി, ഇന്ദിരാ പ്രിയദർശിനി എന്ന് അറിയപ്പെട്ടിരുന്ന, പിന്നീട് ഫിറോസ് ഖണ്ഡിയെ വിവാഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി, ഇന്ദിരാഗണ്ഡിയായി, പിന്നീട് ഇന്ദിരാഗാന്ധിയായ സാക്ഷാൽ നമ്മുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഡിറ്റോ. അവരെ പോലെ തന്നെയുണ്ട് കാണാൻ, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ പറഞ്ഞതുപോലെ മൂക്കും കണ്ണും ചെവിയും മുഖവും അംഗചലനങ്ങളും എല്ലാം ഇന്ദിരയോട് യോജിക്കുന്നു, സമ്മതിച്ചു.
നാക്ക് ഇന്ദിരയോട് യോജിക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ദിരയ്ക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയാം, രാഷ്ട്രീയക്കാരെ നിലയ്ക്ക് നിർത്താൻ അറിയാം, സന്ദർഭോചിതമായിട്ട് സംസാരിക്കാൻ അറിയാം, ഒക്കെ അറിയാം. അങ്ങനെയുള്ള ആ ഇന്ദിരയുടെ കഴിവ് പ്രിയങ്കയ്ക്കുണ്ടോ എന്നാണ് ഇനി കാണേണ്ടിയിരിക്കുന്നത്. ലോകം അതിനാണ് ഉറ്റുനോക്കുന്നത്. അതവിടെ നിൽക്കണം. എന്ത് തോന്നുന്നുണ്ടോ? അത് തെളിയിക്കേണ്ട കാര്യമാണ്. അത് പാർലമെന്റിലെ ഇനിയുള്ള നടപടിക്രമങ്ങളിലും പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്ക് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളിലുമൂടെയാണ് അത് തെളിയേണ്ടത്. അതവിടെ നിൽക്കട്ടെ. 2019 പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് തന്നെ പ്രധാനമായിട്ടും കടന്നു വരുന്നത്. അതിനു മുൻപ് വർഷങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിയുടെ കൂടെയും അമ്മ സോണിയാഗാന്ധിയുടെ കൂടെയൊക്കെ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നല്ലാതെ ഈ കുടുംബ പാരമ്പര്യവും അവകാശപ്പെടുന്നുണ്ട് എന്നല്ലാതെ മറ്റു വലിയൊരു രാഷ്ട്രീയ അനുഭവം പ്രിയങ്കയ്ക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. പക്ഷേ അതൊരു വലിയ കുറവല്ല. അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ? തമിഴ്നാട്ടിലെ അണ്ണാമലയുടെ ആ കുതിപ്പ്, അദ്ദേഹം 3% നിന്ന് 13%ലേക്കാണ് BJPയുടെ വോട്ട് എത്തിച്ചത്. അല്ല, അണ്ണാമലയോട് നന്ദി പറയണം. ഒരു സംഘടനാ സംവിധാനവും ഇല്ലാതിരുന്ന വളരെയധികം ദുർബലമായിരുന്ന BJPയെ തമിഴ്നാട്ടിൽ BJPക്ക് ഒരു സ്വത്വം, ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു. അപ്പോൾ അവിടെ പ്രിയങ്കയും അതുപോലെ പെർഫോം ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഇനി വരും വർഷങ്ങളിൽ പ്രിയങ്ക ദേശീയതയുടെ കൂടെ നിൽക്കുമോ? ദേശീയതയെ, അതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാരണം. ദേശീയത എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. കോൺഗ്രസിന് അതില്ല എന്നാണ് പൊതുവെ രാഷ്ട്രീയ എതിരാളികൾ, BJP പ്രത്യേകിച്ചും ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയതയെ അതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതല്ല പറയാൻ വന്നത്. ഇപ്പോ ഈ പ്രിയങ്ക രണ്ടാം അധികാര കേന്ദ്രമായി കോൺഗ്രസിൽ പുതിയ ഒരു അധികാര കേന്ദ്രമായി കടന്നു വരുമ്പോൾ അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കും വലിയ സ്വാധീനമുണ്ടാകും. പിൻസീറ്റിലിരുന്ന് പ്രിയങ്കയെ അദ്ദേഹം നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് കോൺഗ്രസിനുള്ളിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കും. കോൺഗ്രസ് രാഷ്ട്രീയം രണ്ടായിട്ട് പിരിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. രാഹുലിനെ പിൻപറ്റി നിൽക്കുന്ന ഒരു വിഭാഗം, ഒരു ഉപജാപക സംഘം പോലെ കൂടിയിരിക്കുന്ന കുറേ നേതാക്കളുണ്ട്. അവർക്ക് രാഹുല് മുന്നിൽ നിന്നേ പറ്റൂ. കാരണം അത് അവരുടെയും നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. പ്രിയങ്ക കടന്നു വരുമ്പോൾ അവർക്ക് അവിടെ സ്പേസ് കിട്ടില്ല, അവിടെ സ്ഥലം കിട്ടില്ല. കാരണം അവിടെ റോബർട്ട് വാദ്രയുണ്ട്. റോബർട്ട് വാദ്ര ആ സ്പേസ് മറ്റാർക്കും, കോൺഗ്രസിലെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. റോബർട്ട് വാദ്രയ്ക്ക് ഒപ്പം നിൽക്കുന്നവരെ മാത്രമേ അദ്ദേഹം കൂടെ നിർത്തുള്ളൂ. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്, ഞാൻ മത്സരിക്കും, ഞാൻ വിജയിക്കും, എനിക്കിത് കൊണ്ടു നടക്കാൻ അറിയാം എന്നൊക്കെ. അത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി കഴിവുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും പ്രിയങ്കയെ സ്വാധീനിക്കാൻ റോബർട്ട് വാദ്രയ്ക്ക് കഴിയും. അദ്ദേഹം പിന്നിലിരുന്ന് ഈ വണ്ടി ഡ്രൈവ് ചെയ്യും. ഈ പ്രിയങ്ക വിജയിച്ച് പാർലമെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാര്യത്തെ അദ്ദേഹം പിന്നിലിരുന്ന് നിയന്ത്രിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിൽ അത് കൃത്യമായി കോൺഗ്രസ് പിളർപ്പിലേക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പിളർത്താനുള്ള മിടുക്കൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. പ്രിയങ്കയ്ക്ക് കാണുമായിരിക്കും, റോബർട്ട് വാദ്രയ്ക്ക് കാണുമായിരിക്കും. പക്ഷേ കോൺഗ്രസിനെ അങ്ങനെ പിളർത്തി ഈ നെഹ്റൂവിയൻ പാരമ്പര്യം, നെഹ്റൂവിയൻ ലെഗസിയെ അങ്ങനെ പിളർത്തിക്കൊണ്ട് പോകാൻ കോൺഗ്രസ്സിൽ ആരും തന്നെ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി ആകട്ടെ, പ്രിയങ്കയാകട്ടെ. പക്ഷെ ഉള്ളിൽ വലിയ വിഭാഗീയത ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് തന്നെ അതിന് സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എന്താണെന്ന് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി പ്രിയങ്കയെ കൂടെ കാണാനിരിക്കുന്നു. പ്രിയങ്കയുടെ പുറകിൽ അവരുടെ ഭർത്താവായ റോബർട്ട് വാദ്ര ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രിയങ്കയുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? കോൺഗ്രസിനെ വളർത്തുമോ പിളർത്തുമോ? കാത്തിരുന്ന് കാണാം.